ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ പലരുടെയും ചോദ്യമാണ് ഇത്തവണത്തെ റിറ്റാലിയേഷനിൽ ഇറാൻ എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് 4 അറബ് രാജ്യങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്, ചില പ്രത്യേക രാജ്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുമുണ്ട്. അത് പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE പോലത്തെ രാജ്യങ്ങളെയൊക്കെ ഇറാൻ അവരുടെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ എന്നുള്ള ചോദ്യം. അങ്ങനെ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാറൊന്നും ആയിട്ടില്ല. പക്ഷെ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഇറാൻ്റെ ഉള്ളിൽ ആയത്തുൽ അലി ഖമനേയിയുടെ ബറിയൽ സെറമണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മഷാദിലാണ് ഫ്യൂണറൽ സെറമണി അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ ഉള്ളിൽ ഒരു കീ റെയിൽവേ ബ്രിഡ്ജാണ് ഇന്നലെ അമേരിക്ക അറ്റാക്ക് ചെയ്ത് തകർത്ത് കളഞ്ഞത്. മാസീവായിട്ടുള്ള ക്രൗഡ് തന്നെയാണ് ഇറാൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇറാൻ എന്നുള്ളൊരു രാജ്യം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുപ്രീം ലീഡർ എന്നുള്ളതിലുപരിയായിട്ട് ഈ ആയത്തുൽ ഖമനി എന്ന് പറയുന്നത് ഒരു മത ഗുരുവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റിലീജിയസ് ലീഡറാണ്. അപ്പോൾ ഈ മതപരമായിട്ടുള്ള നേതൃത്വ നിരയിൽ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് ആയത്തുൽ അലി ഖമനി. അപ്പോൾ ആ ഖമനേയിയുടെ മരണം ശരിക്കും പറഞ്ഞാൽ ആഗോളതലത്തിൽ ഷിയ മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടാണ്. ഇറാൻ്റെ ഭരണാധികാരി അല്ലെങ്കിൽ ഇറാൻ്റെ ഭരണകൂടം നയിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെ നോക്കിക്കണ്ടാൽ അത്ര ചെറുതായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യ ബോധ്യത്തിൽ നിന്നും മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള പല രാജ്യങ്ങളിലും ഈ 2 കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും ഇടകലർന്നാണ് ജീവിക്കുന്നത്. അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രമാത്രം കുറവാണ് കൂടുതലാണ് എന്നുള്ളതിൻ്റെ ആനുപാതികം അനുസരിച്ചാണ് ഒരു രാജ്യത്തിൻ്റെ ഡോമിനേഷൻ ഷിയയാണോ സുന്നിയാണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. പിന്നെ അവിടുത്തെ ഭരണകൂടം, ആ ഭരണകൂടം ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണോ ആ ഭരണകൂടത്തിനെ നയിക്കുന്നത്, ആ രാജ്യം അത്തരത്തിൽ മാറി ചിന്തിക്കുന്നത് സ്വാഭാവികം. ഫോർ എക്സാമ്പിൾ ബഹ്റൈനൊക്കെ അത്തരത്തിൽ മെജോറിറ്റി അവിടെ ഷിയ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലും ഭരണകൂടം സുന്നിയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ UAEക്കും സൗദി അറേബ്യയ്ക്കും നേരെ ഇറാൻ ഇത്തവണത്തെ റിറ്റാലിയേഷനിൽ അവർ മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ അയച്ചിട്ടില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്ന് ബാക്ക്ഡോർ ഡിപ്ലോമസി, നമ്പർ 1. രണ്ടാമത് UAEയോ അല്ലെങ്കിൽ സൗദി അറേബ്യയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ നെക്സ്റ്റ് ലെവൽ എക്സ്പാൻഷനായിട്ട് കരുതപ്പെടും, നമ്പർ 2. കാരണം UAEക്കും സൗദി അറേബ്യയ്ക്കും നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് അമേരിക്കയുടെ ഉള്ളിലേക്ക് ചെലുത്താൻ സാധിക്കും. അമേരിക്കൻ ഭരണകൂടത്തിനെ ശക്തമായ രീതിയിൽ ഇറാനെതിരെ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കാൻ കഴിയും ഈ 2 രാജ്യങ്ങൾക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അതിലുപരിയായിട്ട് സൗദി അറേബ്യ ആയിക്കോട്ടെ UAE ആയിക്കോട്ടെ ബാക്ക്ഡോർ ചാനൽ നെഗോസിയേഷനിലൂടെ ഞങ്ങളുടെ ബേസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ മേളിൽ ഒരു ആക്രമണം നടക്കാതിരിക്കാനുള്ള ശ്രമം ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഓപ്പണായിട്ട് തന്നെ ഇവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് അമേരിക്കൻ ബേസ് ഈ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് അത് ആ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതും ഈ രാജ്യങ്ങൾ ആവർത്തിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ടേ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ രാജ്യങ്ങളിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നുണ്ട്. ഇനി ഇറാൻ്റെ അടുത്ത കാൽക്കുലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ UAEക്ക് മേലിൽ ഇറാൻ നടത്തിയ അറ്റാക്ക് അവർക്ക് പൂർണ്ണമായിട്ടും നഷ്ടമാണ്. നഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം ജോർദാനിൽ അറ്റാക്ക് നടത്തി, കുവൈറ്റിൽ അറ്റാക്ക് നടത്തുന്നുണ്ട്, ബഹ്റൈനിൽ അറ്റാക്ക് നടത്തുന്നുണ്ട്, ഖത്തറിനുള്ളിൽ അറ്റാക്ക് നടത്തുന്നുണ്ട്. ഇവിടെയൊക്കെ മാക്സിമം അവർക്ക് വിജയിക്കാൻ കഴിയുന്നു. അവിടെയൊക്കെ മിസൈലുകൾ പതിക്കുന്നുണ്ട്. പക്ഷേ UAE സംബന്ധിച്ചിടത്തോളം പരമാവധി മിസൈലുകളും ഡ്രോണുകളും UAE ഇൻ്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതൊരു നഷ്ടക്കച്ചവടം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ വിജയം ആഘോഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണങ്ങളായി മാറിത്തീരും UAEക്കുള്ളിലൊക്കെ ആക്രമണങ്ങൾ തുടർന്നാൽ. കാരണം അവർ സ്ട്രോങ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരിപ്പോൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതിലുപരിയായിട്ട് UAEക്കും ഇറാനും തമ്മിൽ ബ്രിക്സ് മീറ്റിങ്ങിൽ വെച്ചിട്ട് ഇന്ത്യയിൽ വെച്ചിട്ട് നല്ല രീതിയിലുള്ള ക്ലാഷ്, ആ ക്ലാഷ് ഒരു ഹെൽത്തി ആർഗ്യുമെൻ്റായിട്ട് മാറിയിട്ടുമുണ്ട്. കാരണം പരസ്പരമുള്ള പഴിചാരലുകൾക്കപ്പുറം 2 പേരും കൂടി എഫക്റ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അതേസമയം പരസ്പരം ന്യായീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിലെല്ലാം ഉപരി ഇറാൻ്റെ $300 ബില്യൺ വർത്ത് വരുന്ന അസറ്റ് UAE ലോക്ക്ഡാണ്. ഇനി അതിൽ 50 ബില്യൺ UAE ഫ്രോസൺ ഫണ്ടായിട്ട് മാറ്റിയാൽ പോലും ഇറാന് വൻ നഷ്ടമാണ്. ആ നഷ്ടം അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം ഇറാന് വേണ്ടത് പണമാണ്. ആ പണം UAEക്കുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാതൃകയിൽ പല മേഖലകളിൽ, ആ മേഖലകൾ വളരെ വിശദമായിട്ട് തന്നെ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ്, സ്പെഷ്യലി ഇൻ ദുബായ്, ട്രേഡിംഗ് കമ്പനീസ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ്, ഇത്രയും ഏരിയകളിൽ വളരെ ഡൈവേഴ്സിഫൈ ചെയ്ത് വൈബ്രൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇറാനിയൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് UAEക്കുള്ളിലുള്ളത്. ഇതെല്ലാം വെച്ചിട്ട് UAE ഇറാനെ ഭീഷണിപ്പെടുത്തുന്നു എന്നല്ല, ഒരു പോയിന്റിൽ UAE പറഞ്ഞിരുന്നു, അതായത് ഇറാൻ്റെ ഇത്രത്തോളം അസറ്റ് ഞങ്ങളുടെ ഉള്ളിലുണ്ട്, വേണ്ടി വന്നാൽ അത് ഞങ്ങൾ ഫ്രീസ് ചെയ്യാനും മടിക്കില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് UAE പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇറാൻ UAEക്ക് മേലിൽ ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ സൗദി അറേബ്യയ്ക്ക് മേലിൽ ആക്രമണം നടത്തുന്നു എങ്കിൽ നിരന്തരമായിട്ട് ഇറാനെ ഈ ഏരിയയിൽ അത് സപ്രസ് ചെയ്യും. സപ്രസ് ചെയ്യും എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇറാൻ നടത്തുന്ന കച്ചവടം അത്രത്തോളം എഫക്റ്റീവ് അല്ല. നേരെ മറിച്ച് UAE എന്ന് പറയുന്നത് ഒരു കീ സ്പോട്ടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അമേരിക്കയുടെ സാങ്ഷൻസിൻ്റെ ഇടയിൽപ്പെട്ട് ഇഴഞ്ഞഴഞ്ഞ് നീങ്ങുന്ന ഇറാന് UAE വലിയൊരു ആശ്വാസമാണ്, സൗദി അറേബ്യ ഒരു ആശ്വാസമാണ്. അപ്പം അതെല്ലാം തന്നെ നിരന്തരമായി നഷ്ടപ്പെടുത്തേണ്ടി വരും. അപ്പം അതുകൊണ്ട് സാമ്പിളായിട്ട് 1-2 അറ്റാക്കുകൾ നടത്തി മുന്നോട്ട് പോകാമെന്ന് ധരിച്ചിരുന്ന ഇറാന് അപ്പാടെ അവരുടെ ധാരണകളൊക്കെ തെറ്റി. അതുകൊണ്ടാണ് അവർ ഈ 2 രാജ്യങ്ങൾക്ക് മേളിലും അറ്റാക്ക് നടത്താൻ ഇച്ചിരി വിസമ്മതിക്കുന്നത്. ഇനി ഒരുപക്ഷെ സൗദി അറേബ്യയ്ക്ക് മേളിൽ ആക്രമണം നടത്തിയാൽ കൂടി UAEക്ക് മേളിൽ ആക്രമണം നടത്താൻ അവർ കുറച്ച് ചിന്തിക്കും. അത് ചിന്തിച്ചിട്ടേ അവർ ചെയ്യുള്ളൂ. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ബാക്ക്ഡോർ ചാനൽ ഡിപ്ലോമസി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ ഇസ്രായേൽ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, അഥവാ UAEയുടെ ബേസിൽ നിന്നും അവർ ഇറാനെ ആക്രമിക്കുന്നു എന്നുള്ളൊരു സോളിഡ് എവിഡൻസ് കിട്ടിയാൽ മാത്രമേ ഇറാൻ UAEക്ക് നേരെയോ അല്ലെങ്കിൽ സൗദി അറേബ്യയ്ക്ക് നേരെയോ ആക്രമണം നടത്താൻ തയ്യാറാവുകയുള്ളൂ. അതാണ് ഇതിൻ്റെ പുറകിലുള്ള ജിയോ പൊളിറ്റിക്സ്. ഇറാൻ്റെ ഒഫീഷ്യൽസ് കൺഫേം ചെയ്തിട്ടുണ്ട്, ബഷേർ എന്ന് പറഞ്ഞ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ചുറ്റിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, ഡാമേജ്ഡ് ആണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ്റെ ഉള്ളിൽ നിന്നും വരുന്നുണ്ട്. ഇനി അതിനകത്ത് ഇനിയിപ്പം ന്യൂക്ലിയർ റേഡിയേഷൻ ലീക്കേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഇറാഖിൻ്റെ പ്രൈം മിനിസ്റ്റർ അലി അൽ സൈദി, പുള്ളിക്കാരൻ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തിന് ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു പരിഹാരം. അടുത്ത പാകിസ്ഥാൻ്റെ റോൾ വഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അലി അൽ സൈദി. അത് നടക്കുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ കാതലായ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇറാഖിൻ്റെ ഉള്ളിലും ഷിയ മുസ്ലിംസിൻ്റെ ഡോമിനേഷൻ ഉണ്ട്. അത് കർബല എന്ന് പറഞ്ഞ ആ ഒരു ഷിയ പിൽഗ്രിമേജ് സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലാണ്. ഇന്നലെ ആയത്തുള്ള അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട റാലിയിൽ ലക്ഷങ്ങളാണ് പങ്കെടുത്തത്. അതിൻ്റെ ഫൂട്ടേജ് കണ്ടാൽ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിൽ ഷിയ കമ്മ്യൂണിറ്റി വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന രാജ്യമായിട്ടുള്ള ഇറാഖിന് അത്ര എളുപ്പത്തിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം കൊണ്ടുവരാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഈ അലി അൽ സാദി എന്ന് പറഞ്ഞ ഇറാഖിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററിനെ എങ്ങനെയെങ്കിലും അമേരിക്കയുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇറാനിൽ നിന്നും ആയത്തുൽ അലി ഖമനേയിയുടെ ഭൗതിക ശരീരം ആ രാജ്യത്തേക്ക് എത്തിച്ചതും അവിടെ ഒരു കോളിളക്കം സൃഷ്ടിച്ചതും. അപ്പോൾ അത് ശരിക്കും ഈ പ്രൈം മിനിസ്റ്ററെ തന്നെ ഒന്ന് ചിന്തിപ്പിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് അമേരിക്കയുടെ വഴിയിലേക്ക് പോകാൻ പറ്റുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ റോൾ എടുക്കണോ എന്നുള്ള നിലയിൽ ഇപ്പോൾ ചിന്തിക്കുകയാണ് ഈ ഇറാഖിൻ്റെ പ്രൈം മിനിസ്റ്റർ. അതാണ് ഇപ്പോൾ ഇറാഖിൻ്റെ പ്രതിസന്ധി. വളരെ എഫക്റ്റീവായിട്ട് ഇറാഖിലുള്ള കറപ്റ്റഡ് ഉദ്യോഗസ്ഥർക്കെതിരെ തീരുമാനമെടുത്ത് ശക്തമായിട്ടുള്ള നടപടിയെടുത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അലി അൽ സാദി. ഇപ്പോൾ അയാൾ തന്നെ സ്ട്രക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ അമേരിക്കയുടെ ആക്രമണത്തിൽ 8 ഇറാനിയൻ IRGC ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഇമേജസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇറാൻ. എല്ലാം തന്നെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇറാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ, ഈ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അവർ എടുത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട് സ്പെസിഫിക്കലി. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യുദ്ധം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വികസിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ അമേരിക്കയുടെ ആക്രമണം ശക്തമായിട്ടുള്ള ആക്രമണമാണ്. അതിരൂക്ഷമായ നിലയിൽ ഇറാന് മേലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് അമേരിക്ക ഇത്തവണ.
മൾട്ടിപ്പിൾ ഏരിയാസിലാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇത് തുടരുമെന്നാണ് പറയുന്നത്. അതായത് ഹാർഡ് ഹിറ്റിലൂടെ ഒരു നെഗോസിയേഷനിലേക്ക് ഇറാനെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ എന്തായാലും UAE-യിലേക്കോ സൗദി അറേബ്യയിലേക്കോ ഇറാൻ ആക്രമണം നടത്തില്ല എന്ന് ഉറപ്പൊന്നുമില്ല. താൽക്കാലികമായിട്ട് ഇതാണ് സിറ്റുവേഷൻ. തീർച്ചയായിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈഡിലുള്ള അപ്രോച്ച് മാറുന്നതനുസരിച്ച് ഇറാൻ്റെ IRGC-യും എൻറ്റയർ ഏരിയ, ഈ റീജിയൻ മൊത്തത്തിൽ, മിഡിൽ ഈസ്റ്റ് റീജിയൻ മൊത്തത്തിൽ അവർ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാൻ്റെ നിലപാടുകളിൽ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ഒരു പ്രൈമറി ടാർഗറ്റ് എന്നുള്ള നിലയിൽ ഈ രണ്ട് രാജ്യങ്ങളെയും അവർ ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. എന്ന് കരുതി ഭാവിയിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെയും ഇറാൻ ആക്രമണം നടത്തില്ല എന്നുള്ള ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിലവിലെ സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.